ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് പാലപ്പവും മുട്ടക്കറിയും ചെയ്താലോ. ആദ്യം നമുക്ക് മുട്ടക്കറിക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു 4 ചെറിയ കാന്താരി, ഒരു 4 ചെറിയ സവാള എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഞ്ചി ചെറിയ കുനുകുനാന്ന് അരിഞ്ഞ് വയ്ക്കുക. അല്ലെങ്കിൽ ചതച്ചെടുത്താലും മതി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്താലും മതി. അപ്പോൾ ഇഞ്ചി ഇപ്പോൾ അരിഞ്ഞു കിട്ടുന്നുണ്ട്. അപ്പോൾ ഇഞ്ചി അരിയുക, വെളുത്തുള്ളി 2 4 കീറി ഇടുക. അപ്പം അത് സെറ്റായി. ഇനി കാന്താരി ഒന്ന് 2 കീറിയിട്ട് വെക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് നമ്മൾ കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് എടുക്കാം. അത് പച്ചമുളകോ കാന്താരിയോ എന്താണോ ഇഷ്ടം അതെടുക്കാം. കാന്താരി നമ്മൾ 2 കീറി വെച്ചു. ഇനി നമുക്ക് സവാള കൂടി അരിഞ്ഞെടുക്കാം. സവാള എല്ലാം നീളത്തിലരിയാം. ഇനി ഷേപ്പിച്ചിട്ട് മാറിപ്പോയെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. കാര്യം ഇത് വെന്ത് ഉടഞ്ഞു പോകുന്നതാണല്ലോ. റോസ്റ്റ് ആണെങ്കിൽ ഇപ്പോൾ മുട്ട റോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളി പോലെ കാണുന്നതുകൊണ്ട് നീളത്തിൽ തന്നെ അരിയണം എന്ന് പറയും. പക്ഷെ മുട്ടക്കറി ആകുമ്പോഴേക്കും കുറേ വെന്ത് ഉടഞ്ഞു പോകുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും മുറിച്ചാലും ഇപ്പം കുഴപ്പമൊന്നുമില്ല. ആര് ചോദിക്കാനാ, ആര് പറയാനാ, ഒന്നുമില്ല. അപ്പം സവാള കൂടി നമുക്ക് മൊത്തം അരിഞ്ഞ് തള്ളി മാറ്റാം. കേട്ടോ, ഇപ്പോൾ അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി അറിയുന്നുണ്ട്. ഇപ്പോൾ അരിഞ്ഞു കൂട്ടണമെന്ന് മാത്രമേ ചിന്തയുള്ളൂ. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ആണേ, ധൃതിയിലും കൂടിയാണേ ഇതുണ്ടാക്കി കഴിക്കണം പോകാനായിട്ട്. അപ്പോൾ കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് ഉണക്കമുളക്, കറിവേപ്പില ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് സവാള മുഴുവൻ ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി മുളകെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും എല്ലാം കൂടി ഒരുമിച്ച് കുക്കറിലേക്ക് ചേർത്ത് ഇതാകുമ്പോൾ ഒരൊറ്റ വിസലിൽ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിരിക്കും. അപ്പോൾ ഇനി നമുക്കിനി വേണ്ടത് പൊടികൾ ചേർത്ത് കൊടുക്കാം. സവാള എല്ലാം ചേർത്തു. അതിന് പുറമെ മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ചേർക്കുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച്. ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല എരിവ് കുറച്ച് കൂടുതൽ കഴിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. മുളക് പൊടി, അതിലേക്ക് മല്ലിപ്പൊടി, എന്ത് കിട്ടി 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇതെല്ലാം കൂടി ഉപ്പ് കൂടി ചേർത്തിട്ട്, പിങ്ക് സാൾട്ടാണ്, ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചേക്കാവേ. കാര്യം ഇത് കറിക്കുള്ളതല്ലോ, റോസ്റ്റിനുള്ളതല്ലോ. അപ്പം ഒരു 1/2 ഗ്ലാസ്സോ 3/4 ഗ്ലാസ്സോ വെള്ളം ഒഴിക്കുന്നതിന് തെറ്റൊന്നുമില്ല. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേട്ടോ, ഞങ്ങൾ തവിയെല്ലാം കഴുകി ഒഴിച്ചു, വൃത്തിയാക്കി വെച്ചു. അത് പിന്നീട് ഇളക്കിയില്ലേ. കണ്ടോ, ഒന്നുകൂടി വൃത്തിയാക്കി അത് അടച്ചു വെച്ച് നമുക്ക് ഒരു വിസിൽ കേൾപ്പിക്കാം. അത് വിസിൽ കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു ചീനിച്ചട്ടി മറ്റടുപ്പിലേക്ക് വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവട്ടെ. ഇവിടുത്തെ വിസിൽ എല്ലാം തീർന്നു. നമുക്ക് ഈ ചീനിച്ചട്ടിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട തോട് കളഞ്ഞ് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരിത്തിരി ഗ്രിപ്പുള്ള പുറം പോലെയാവും. മുട്ടയുടെയൊക്കെ പുറം ഈ മിനുസം മാറിയിട്ട് ഒരു ഗ്രിപ്പുള്ള, അതാണ് മുട്ട റോസ്റ്റിനൊക്കെ അങ്ങനെ എടുക്കുന്നത്.
ഇത് മുട്ടക്കറിക്ക് അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും ചേട്ടച്ചാർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ മുട്ട ഒരു പുറം മുരിഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ മുട്ടക്കറിക്കും അങ്ങനെ ചെയ്ത കിട്ടിയാക്കും. മുട്ട ഒരുവിധം ആയിട്ടുണ്ട്. അതിൻ്റെ കടിവശം കണ്ടോ ആയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് പൊരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കടിവശം കണ്ടോ, കുറച്ചൊരു എണ്ണ പൊരിക്കണമെങ്കിൽ നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടിയാനെ. പോട്ടെ, മുട്ട നമ്മൾ വറുത്ത് മാറ്റി. ഇനി കുക്കറിലെ ഗ്രേവി നമുക്ക് ഈ എണ്ണയിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. മൊത്തം ഉള്ളി ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഒഴിച്ചു കൊടുക്കാം. കാരണം ഗ്രേവിയൊക്കെ നല്ല സവാളൊക്കെ വെന്ത് കുളിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം തക്കാളിയോട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ധൃതിക്ക് ചേർത്തിട്ടില്ല. ഒരു ചെറിയ കഷ്ണം തക്കാളിയോട് ചേർക്കുമ്പോൾ ഒരു ലൈറ്റ് പുളിയും കിട്ടും, ഒരു ടേസ്റ്റും വേറെ ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ അല്പം മല്ലി ചേർക്കുകയൊക്കെ ചെയ്യാം. അപ്പം മുട്ടക്കറിയുടെ റെഡിയായി. മണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി, നമ്മൾ വീട്ടിൽ നിന്ന് പിടിക്കുന്ന ഗിരാഞ്ചി സ്പെഷ്യൽ ഗരം മസാലപ്പൊടിയാണ്, അതുകൊണ്ട് ചേർത്ത് ഇളക്കി യോജിപ്പിച്ചപ്പോഴേക്കും നമ്മളുടെ ഇനി എനിക്ക് മുട്ടക്കറി ഇടണ്ടേ. മുട്ടയിട്ടല്ലേ മുട്ടക്കറി ആവത്തുള്ളൂ, ഇപ്പോൾ ഉള്ളിക്കറി അല്ലേ ആയിട്ടുള്ളൂ. ഇതിലേക്കുള്ള മുട്ട പൊടി നമുക്ക് പെരക്കിട്ട് കൊടുക്കാം. എന്നിട്ട് ആ മുട്ട പൊടി കിടന്ന് ഒന്ന് വെന്ത് ചാർന്ന് പൊറി വരുമ്പോഴേക്കും നമ്മളുടെ മുട്ടക്കറി റെഡിയാവും. കണ്ടോ, മുട്ടയിൽ ചാറിൽ കുളിപ്പിച്ച് നമ്മൾ കിടത്തും. ഒളിച്ചു വെച്ച് എല്ലാ മുട്ട ഒളിച്ചു വെച്ചു. നമ്മുടെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതാണ്. കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് കഴിഞ്ഞാൽ കറിക്കടെ അല്പം മണവും കിട്ടും, നല്ലൊരു ഫ്ലേവറും കിട്ടും. കുറുകി ഗ്രേവി കുറുകിയിട്ടുണ്ട്, കുറച്ചുകൂടി ഗ്രേവി കുറുകി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കറിവേപ്പില ഇട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി. ഇനി നമുക്ക് പാലപ്പത്തിൻ്റെ മാവ് നോക്കാം. മാവ് നന്നായിട്ട് പൊളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇന്നലെ അരച്ച് വെച്ചാണ്. പിന്നെ നമുക്കൊന്ന് കലക്കിയിട്ട് കുറച്ച് ഭാഗം നമ്മൾ മാറ്റി വെക്കണം, ബാക്കി ഭാഗം നമ്മൾ എടുക്കണം. അപ്പം ഉപ്പും പഞ്ചസാര ചേർത്താണ് ഇളക്കി മാറ്റുന്നത്. ഇന്നലെ തന്നെ നമ്മൾ അരച്ച് കൊടുത്തതിന് പഞ്ചസാര ചേർത്തിട്ടാണ് ഇളക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ഇനി പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. അല്പം ഉപ്പ് മാത്രം ചേർത്ത് ഇളക്കി അതിനകത്ത് ഒരു ഭാഗം വേറിട്ട് പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. ഒഴിക്കാൻ എളുപ്പത്തിൽ കിട്ടും, ഈ പൊങ്ങിയത് താന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചട്ടിലേക്ക് ഒഴിച്ച് നോക്കാം. ഷൂ കേട്ടോ, ഞാൻ ഷൂ വയ്ക്കണോ? സൗണ്ട് കേട്ടോ? ഇല്ല, എന്നാൽ നമുക്ക് പിന്നെ കേൾപ്പിക്കാം. അപ്പം നല്ലപ്പം ചുട്ട് മാറ്റാം, കുഴപ്പമില്ല. നല്ല മാവ നല്ല പൊന്തിട്ടുണ്ട്, വല പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഇളക്കി എടുക്കാം. നല്ല മാവാണ്, നമ്മൾ തന്നെ അരക്കുന്നത് കേട്ടോ. അരിയും കുറച്ച് ഈസ്റ്റും തേങ്ങയും ഒരു പിടി അവലും ഒക്കെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നതാണ് പാലപ്പത്തിൻ്റെ കൂട്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഒഴിച്ചിട്ട് കഴിക്കാം. രണ്ടാമത്തെ ഒഴിച്ചു, ചുറ്റി വിട്ടു, മൂടി വെച്ചു. വരട്ടെ, വന്നിട്ടുണ്ട്. നമുക്കിനി എടുക്കാം. അപ്പം അപ്പമായി ഒരു മുട്ട പൊടി ഇറക്കി വെച്ചാൽ പാലപ്പവും മുട്ടക്കറി ആവും. അപ്പോൾ പാലപ്പ് മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം അല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു മൗനാനുഭവത്തോട് ഞങ്ങൾ കഴിക്കുവാണ്. അമ്മ ചുട്ട് വരുമ്പോഴേ ചൂടോടെ കഴിക്കുന്നത് പ്രത്യേക ടേസ്റ്റാണ്.
അത് അനുഭവിച്ചോ കഴിക്കുന്നവർക്ക് അതൊക്കെ അറിയത്തുള്ളൂ. നല്ല ചൂടുണ്ട്. നല്ല പൊളി, അടിപൊളി, നല്ല ആവശ്യത്തിന് എരിവും ഒക്കെ ഉണ്ട്. അപ്പം വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.